കഴിഞ്ഞ ക്രിസ്മസ് കാലത്താണ് കേരളത്തിലെ ബി.ജെ.പി. നേതാക്കളും പ്രവർത്തകരും ക്രൈസ്തവ മനസ്സുകളിൽ ഇടം നേടാനുള്ള രാഷ്ട്രീയ ശ്രമങ്ങൾ തുടങ്ങിയത്. പ്രധാനമന്ത്രിയുടെ ആശംസാ കാർഡുകളും സമ്മാനങ്ങളും കേക്കുകളുമായാണ് ബന്ധം കെട്ടിപ്പടുത്താൻ ഇറങ്ങിയത്. ക്രൈസ്തവ ഭവനങ്ങളിലേക്കും അരമനകളിലേക്കുമുള്ള സ്നേഹയാത്ര ഈസ്റ്റർ കാലത്തും ആവർത്തിച്ചു. പക്ഷേ മുളപ്പിക്കാൻ വച്ചിരുന്ന ആ ബന്ധം മണിപ്പൂരിലെ കലാപത്തോടെ നുള്ളപ്പെട്ടു. ലോക്സഭാ തെരഞ്ഞെടുപ്പിങ് എത്തിയതിനാൽ ക്രൈസ്തവ വോട്ടുകൾ വേണ്ടെന്ന് വയ്ക്കാൻ ബി.ജെ.പിക്ക് ആകില്ല. ഈ ക്രിസ്മസ് കാലത്ത് 10 ദിവസത്തെ സ്നേഹയാത്രയാണ് ബി.ജെ.പി. തീരുമാനിച്ച് നടപ്പാക്കുന്നത്. നേതാക്കളും പ്രവർത്തകരും 10 ലക്ഷം ക്രൈസ്തവരുടെ വീടുകൾ കയറാനാണ് തീരുമാനം. കയ്യിൽ പ്രധാനമന്ത്രിയുടെ ക്രിസ്മസ് ആശംസ കാർഡ് കാണും, കേക്കുണ്ടാകും, സമ്മാനങ്ങൾ കാണും. പക്ഷേ ആശംസകളുമായി എത്തുമ്പോൾ ചില ചോദ്യങ്ങളുണ്ടായാൽ നേതാക്കളും പ്രവർത്തകരും മറുപടി പറയാൻ പാടുപെടും. മണിപ്പൂർ വിഷയം തന്നെ പ്രധാനം. സംഘർഷങ്ങളിൽ ബി.ജെ.പിക്ക് പങ്കില്ലെന്നും തൊട്ടടുത്ത സംസ്ഥാനമായ മിസോറാമിൽ പോലും കലാപം തെരഞ്ഞെടുപ്പ് വിഷയമായില്ലെന്നും ബി.ജെ.പി. ഉത്തരം കണ്ടെത്തുകയാണ്. റബ്ബർ വില കേന്ദ്ര സർക്കാർ വർദ്ധിപ്പിച്ചാൽ ഒപ്പം നിൽക്കുമെന്ന് പറഞ്ഞ ബിഷപ്പ് പാംബ്ലാനി തന്നെ മണിപ്പൂർ വിഷയത്തോടെ തെറ്റി. അതിനാൽ റബ്ബർ വില പറഞ്ഞും മോഹിപ്പിക്കാനാകില്ല. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് പരമാവധി 4 മാസം മാത്രമുള്ളതിനാൽ ക്രൈസ്തവരുടെ അകൽച്ച ഇല്ലാതാക്കേണ്ടത് പാർട്ടിക്ക് അനിവാര്യമാണ്. കാരണം പ്രതീക്ഷയോടെ മത്സരിക്കുന്ന തൃശ്ശൂരും തിരുവനന്തപുരത്തും ക്രൈസ്തവ വോട്ടുകൾ നിർണായകമാണ്. തൃശ്ശൂരിൽ 3.5 ലക്ഷവും തിരുവനന്തപുരത്ത് 4.5 ലക്ഷവും ക്രൈസ്തവ വോട്ടുകളുണ്ട്. അതിനാൽ വിജയം പ്രതീക്ഷിക്കണമെങ്കിൽ ക്രൈസ്തവ വോട്ടുകളും കിട്ടണമെന്ന് ബി.ജെ.പി. തിരിച്ചറിയുന്നു. അതൊക്കെ തന്നെയാണ് ക്രിസ്മസ് കാലത്ത് സ്നേഹയാത്ര തുടങ്ങാൻ കാരണം. പ്രശാന്ത് കൃഷ്ണ, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.